ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങൾ പറയാൻ പോണതൊക്കെ അലക്സ് പെരേരയുടെ ഒരു ഹാക്കിംഗ് അഭിനയ നാടകം, ബിലാലിന്റെ എന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ് വിത്ത് വൺ സൈഡ് റിലേഷൻഷിപ്പ് വിത്ത് ഹബീബ് ആൻഡ് ഇസ്ലാം ടീം, പിന്നെ JDM ബിലാൽ ഫൈറ്റ്, ഞങ്ങളുടെ അൾട്ടിമേറ്റ് പ്രഡിക്ഷൻ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ഇഷ്ടപ്പെട്ടില്ലെന്നെങ്കിലും പറഞ്ഞു ചെയ്യും. ഞങ്ങൾ ഇത്ര നാള് ചിരിച്ച എക്സൈറ്റ്മെന്റിലേക്ക് പെട്ടെന്നൊരു ഫുൾ സ്കെയിൽ പൊട്ടൻഷ്യൽ വാറാന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ചെറിയൊരു ഇതല്ലേ, എന്തൊരു അൺഈസിനെസ് ലയിച്ചു. അത് ഞാനിപ്പോ കുറച്ചു മുമ്പ് മെസ്സേജ് അയച്ചില്ലേ, കുറച്ചാളും രാജസ്ഥാനിൽ പോയായിരുന്നു. അപ്പൊ ആ സെയിം സ്ഥലത്തൊക്കെ ആ ബോർഡറിലൊക്കെ ഇപ്പൊ പ്രശ്നം എന്നൊക്കെ നടക്കണം. അപ്പൊ അയ്യോ അതൊക്കെ സീനാണല്ല. പക്ഷേ മറ്റേ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറി മാന്തും. ആ ഒരു മൂടാണ് പിടിച്ചത്, വേറെ ഒന്നും പറയാനില്ല. മാന്തരത്തുമല്ല, ചൊറിയാൻ വന്ന കഥം അതായത് ഇതൊരു F-16 F-17 ഒരു J-17 അടിച്ചിട്ടെന്ന് പറയണ്ടായി. അത് ന്യൂസ് കൺഫേം ചെയ്തിട്ടുണ്ട് കുറച്ച് ന്യൂസ് ചാനലിൽ. ഇനി എന്തൊക്കെയോ ഒന്ന് കണ്ടറിയാൻ വെച്ചാൽ ഇനി അടുത്ത 2 ദിവസങ്ങളിൽ എടാ ഇലിയ ഇസ്ലാം ഫൈറ്റ് കാണാണ്ട് ചാവണ്ടി വരൂ. ജോൺസ് ഹാസ്പിറ്റൽ ഫൈറ്റ് ഒക്കെ കാണാണ്ട് ചാവോകിച്ചു. അയ്യോ ആ ഡാനയാണെങ്കിൽ അനൗൺസ് പോലും ചെയ്യണില്ല 317. എത്ര നാളായി എന്നിട്ട് അവിടക്ക് പോയി. ബിസിനസ് ട്രിപ്പിന് ഒരാളെ വിട്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഇറങ്ങിയപ്പോ ഞാൻ ദൈവമേ എന്തോ പണി നടത്തുന്നുണ്ടല്ലോ എന്നായിരുന്നു. ആ റിസ്വാന്റെയും ഇസ്ലാമിന്റെയും നടക്കുന്നപ്പോ അവിടെ നിന്ന് ഈ ജാതി മറ്റേ പടത്തിന് നമ്മുടെ നടൻ അവൻ ചെയ്യാത്തൊരു അതുക്ക് മേലെയുള്ള കൺവിൻസിംഗ് ആണ് ഇപ്പൊ മലമുകളിൽ ഡാഗസ്ഥാനിൽ നടക്കണം. ഇതാലോചിച്ചൊക്കെ ഹണ്ടറിന് ഒരാളെ കൺവിൻസ് ചെയ്താൽ പോരാ. ഹണ്ടറിന് ഹബീബിനെ ആദ്യം തന്നെ കൺവിൻസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിനെ കൺവിൻസ് ചെയ്യണം, അത് കഴിഞ്ഞ് റിസ്വാന, അത് കഴിഞ്ഞ് അലീന, അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ജാബിയർ, കുറച്ചൊരു ഇന്ന സർക്കിളുള്ള ആൾക്ക് ജാബിയർ കൺസിഡർ ചെയ്യില്ലെങ്കിലും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോഴേക്കും മനസ്സിലായി ഇലിയുടെ അടിയിൽ നിന്ന് അരച്ച് ഇലിയ റിട്ടയറാവാതെ എനിക്ക് തോന്നണം. വട്ടാരപടി എന്തൊക്കെയൊക്കെ പോട്ടെ, നമുക്ക് ബാക്കിയെല്ലാം മാറ്റി പിടിക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ടു കാർഡിലോട്ട് കിടക്കാം. പേര് മറക്കാത്ത ആളായോണ്ട് നമുക്ക് വേഗം പറഞ്ഞങ്ങോട്ട് തീർക്കാം. പക്ഷെ പേര് മറക്കാത്ത ആളാണെങ്കിലും ഇപ്പൊ കുറച്ചു നാളായിട്ട് എല്ലാവരുടെ ഇടയിലേക്ക് ഒരു ചെറിയൊരു റെസ്പെക്ട് ഒക്കെ വന്നു തുടങ്ങി തോന്നുന്നു, ചെറുതായിട്ടൊക്കെ ഇല്ലേ? കണ്ട് എങ്ങനെയോ ഇഷ്ടപ്പെട്ടതൊക്കെ പറയാ. ബലാല് മനസ്സിലായ, ബലാല് കുറെ അനുഭവിച്ച് കുറെ ചെയ്തു. ഞാൻ കുറച്ച് ബലാലിന്റെ സൈക്കോളജിക്കലായിട്ട് കിടക്കണേട്ടാ. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. എന്നാലും ഇച്ചു കുഴപ്പമില്ല, ഒരു 3 മിനിറ്റ് റാൻഡ് കുഴപ്പമില്ല. ഒരു സാരില്ല മറ്റേ അപ്രൂവ്ഡ്. അപ്പൊ ഗോസ്റ്റ് അപ്രൂവ്ഡ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ അപ്രൂവ് ചെയ്യുന്നതായിരിക്കുന്നു. അപ്പൊ എന്റെ ഒരു ചെറിയൊരു ഇതിൽ ഞാൻ പറയാം ഗൈസ്, ഈ ബലാലിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് മറ്റേ മനസ്സിലായ ഒരു പുറകില് ഇവിടെ മാന്താൻ പറ്റില്ല, ഈ പാർട്ടിക്ക് മാന്താൻ പറ്റില്ല. പക്ഷെ അവിടെ ചൊറി വന്ന എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥയായിരുന്നു. ബസ്സിലൊക്കെ ഇരിക്കണ സമയത്ത് അല്ലാതെ ആ അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് ബലാലിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ലിയോണിന്റെ പോലെയൊക്കെ ഇരുന്നു. ലിയോൺ ഇപ്പോഴും ഇഷ്ടമല്ലട്ടാ. പക്ഷേ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ബലാലിന്റെ പ്രസ് കോൺഫറൻസും ബലാലി നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്തതിന് ശേഷം, കാരണം നമ്മുടെ കോർ ഇത് ടാലന്റ് ആണല്ലോ, ബലാലിനെ നോക്കിയ ബലാല് പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവനിങ്ങനെ ബുൾഷിറ്റ് ചെയ്ത് ആലോചിച്ചിട്ടൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഉള്ളത് അതേപോലെ തന്നെ പറയും. ആ പറയണ ഇതിൽ ഒരു ടോണിങ്ങോ വോയിസ് മോഡുലേഷനോ ഒന്നുമില്ല. അപ്പൊ നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ആള് പറയണ പോലെ തോന്നും. അതുകൊണ്ട് ആരായിട്ടും പുള്ളി കണക്റ്റ് ആവൂല. അതാണ് പുള്ളിയുടെ ഫസ്റ്റ് ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം, പുള്ളി മനസ്സിലായ ഫൈറ്റിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഒരാളെ സൂപ്പർ സ്റ്റാർ ആക്കണ എന്താണോ അത് മൊത്തത്തിൽ ബലാലിനില്ല. ഇതൊക്കെയാണ് ഇവന്റെ കുഴപ്പങ്ങള്. ഇതൊക്കെ ഇത്ര നേരത്തെ സ്റ്റാൻഡിങ്. പക്ഷെ ഈ ഉസ്മാന്റെ സീൻ വന്നപ്പ കുറച്ച് ആൾക്കാര് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. ഉസ്മാൻ ഇരുന്നപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇപ്പൊ നീ ചാമ്പ്യൻ അല്ലല്ല. അപ്പൊ ഉസ്മാൻ മനസ്സിലായ പണ്ട് ഉസ്മാൻ ഒരു കുഴപ്പമുണ്ട്, ചെറിയൊരു ഈഗോ കുഴപ്പമുണ്ട്. ഉസ്മാൻ പണ്ട് ചാമ്പ്യനായ ആ ഒരു ലെങ്ത്തിൽ ഇരുന്നാണ് ഇപ്പോഴും ബലാലിനോട് സംസാരിച്ച. ബലാൽ എന്താണ് റിയാലിറ്റി ചെക്ക് അങ്ങോട്ട് കൊടുത്ത് കിച്ചു. ഇപ്പൊ റൊണാൾഡോ 29-ാം വയസ്സിൽ റിയൽ മാഡ്രിഡ് കളിച്ച ഒരു സംഭവം പറഞ്ഞു ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും, പിള്ളേരെ അടിച്ചു കൊടുക്കൂലേ? അതേപോലെ അങ്ങാട് റിയാലിറ്റി ചെക്ക് ചെയ്ത് അപ്പ പിടിച്ചില്ല. അപ്പൊ ഐ ഡിഡ് എവരിതിങ് ബെറ്റർ ദാൻ യു എന്ന് ഉസ്മാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ബലാൽ പറഞ്ഞു, യു ഡിഡ്ന്റ് ടേക്ക് ദാറ്റ് ഹെഡ് ബെറ്റർ ദാൻ ഇത്. തീർന്നവിടെ. ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണേ, ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ബലാലിനെ ഞാൻ കണ്ട് ശരിക്കുള്ളൊരു ഇത് പറയണ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ്. ഒരു പോസോ ഒന്നുമില്ല. ഞാനിപ്പ ബലാലിനെ ചെറിയൊരു എനിക്ക് ഇഷ്ടമാണ്. ഒരേ ഒരു കുഴപ്പം ബലാലിനുള്ളു,
ശരിക്കും ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ വാക്കിന് എനിക്ക് ഇത്ര നാളൊരു അർത്ഥം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ എനിക്കിപ്പ അതിന്റെ അർത്ഥം കിട്ടി. കബീബ് ബലാൽ ടീം റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും വലിയ ടോക്സിക്, വൺ സൈഡ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഈ ബലാൽ എന്ന് പറഞ്ഞവൻ ആർക്കും വേണ്ടാത്ത ഒരു ഫൈറ്ററായ വന്നവൻ എവിടെന്നോ വന്ന് ലോങ്ങസ്റ്റ് റൂട്ടിൽ UFC ഏറ്റവും കഷ്ടപ്പെട്ട് UFC പോലും ആഗ്രഹമില്ലാഞ്ഞിട്ട് പോലും കഷ്ടപ്പെട്ട് ചാമ്പ്യനായി നിൽക്കണ അവൻ ആ ബെൽറ്റ് കളഞ്ഞിട്ട് ചാമ്പ്യൻഷിപ്പ് മണി, പേപ്പർ വ്യൂ മണിയൊക്കെ കളഞ്ഞിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരുത്തനെ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചെകുത്താന്മാരായ കംസത്തും ഒരിക്കലും തോക്കാത്ത പ്ലോട്ടാർമാരുള്ള DDP ഉള്ള അവിടെ പോയി ഫൈറ്റ് ചെയ്തോളാന്ന. ഇതിനേലും നല്ലതൊക്കെ ഇല്ലേ? മനസ്സിലായ? സ്വന്തം ഭാര്യനെ ഏറ്റവും എടുത്തിട്ട് നീ കെട്ടിക്കോടാ, ഞാൻ വേറെ ഒരുത്തന്നെ കെട്ടാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോണേയിരുന്നു. ഈ ഒരു സ്വഭാവം മാത്രം എനിക്ക് ബലാലിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം. ബലാൽ കുറെ പേർക്ക്, ബാക്കി എല്ലാ രീതിയിലും ബലാൽ എന്ന് പറഞ്ഞ ഒരാള് ഇപ്പൊ അടിപൊളിയായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് എനിക്ക് ബലാലിനെ പറ്റി പറയാനുള്ള ഒരു ഷോർട്ട് എൻഡിങ് സാധനം. യോജിക്കണ്ടെന്ന് കഴിഞ്ഞാൽ ഈ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം ശരിയാണ്, ഇത്തിരി ശോകമാണ്. കാരണം സംഭവം ഇപ്പൊ ശരിക്കും പറഞ്ഞില്ലേ, ബലാല് തന്നെ വരുത്തി വെച്ചതല്ലേ ഒരു രീതിയിൽ നോക്കുമ്പോ. എന്നാൽ ബലാല് തന്നെ ആ ഷോൺ ബ്രേഡിയുടെ ഫൈറ്റിനുള്ള ടൈമിൽ അവരുടെ ഒപ്പം പോയി ക്യാമ്പ് ചെയ്ത് ആ ഒരു ഇന്നർ സർക്കിളിലോട്ട് കയറാൻ പുള്ളി എങ്ങനെയൊക്കെയോ നോക്കി കേറി, കൊറേ ശ്രമിച്ച് കേറി. എന്നിട്ട് ഇപ്പൊ കേറി കഴിഞ്ഞിട്ട് ഇപ്പൊ പുള്ളിക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്ത പോലത്തെ രീതിയിൽ പോണുണ്ട്. ഇനിയിപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ പേപ്പർ വ്യൂ പോയിന്റും ഇതെല്ലാ പൈസയും കിട്ടണ ചാമ്പ്യൻ ആയിക്കൊണ്ടിരിക്കണ ഈ അവസ്ഥയെന്ന് എങ്ങനെ ജയിക്കും? അവിടെയുള്ള ഈ മല്ലന്മാരൊക്കെ ഇട്ട് എങ്ങനെ ജയിക്കാനാണ്? പക്ഷേ അപ്പോഴും ആ പുള്ളിയുടെ ബ്രദർഹുഡ് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ബ്രദർഹുഡിന് വേണ്ടി മറ്റേ കബീബ് പറഞ്ഞ സീൻ ഉണ്ടല്ലോ, വി ഡോണ്ട് ട്രേഡ് റിലേഷൻഷിപ്പ് ഫോർ ടൈറ്റിൽ എന്നുള്ള സീൻ, ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അത്ര സീരിയസ് ഒന്നാക്കണ്ട. എടാ, ഈ ഇസ്ലാമിന്റെ ടീമും ആൾക്കാരും ഇന്റർനെറ്റ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ ബലാലിനെ ഫൈറ്റ് ചെയ്യുന്നു. ബലാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോലും, മനസ്സിലായ, ഞാൻ ചത്താലും അവനെ നിങ്ങൾക്ക് തൊടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന മൂഡിലാണ് ഇപ്പോഴും ഇരിക്കണം. ഇത് പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ 185 പോയിട്ട് എന്തൊക്കെ ടെക്നിക്ക് ഉണ്ടെങ്കിലും എടാ, ഒരു ഫിസിക്കൽ സ്ട്രെങ്തിലില്ലേ ബലാലും കംസത്തും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തോന്നണ ജസ്റ്റ് ഫിസിക്കൽ സ്ട്രെങ്തില്. അയ്യോ, മറ്റേ ബലാലിന്റെ ഗെയിം പ്ലാൻ എന്താ? ഈ മിക്സിംഗ് ആണ്, ഈ ടേക്ക് ഡൗൺ മിക്സ് ചെയ്ത് സ്ട്രൈക്കിങ് ചെയ്ത്. അതൊന്നും നടക്കൂലല്ലോ. അവിടെ പോയി കഴിഞ്ഞ് ഇവന്മാര് മാറിക്കിടാ ചെക്കാന്നും പറഞ്ഞ് തട്ടിക്കളയും. ഈ കംസത്തിനൊക്കെ എങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യാനാണ്? എടാ, മിക്സിയൊക്കെ എടുത്തിട്ടേ തോട്ടില് വലിച്ചെറിയും. ഞാൻ കാര്യം പറയാൻ നടക്കാൻ പോകുന്നത് റിട്ടാർഡ്. അത് മാത്രമല്ല, ഈ RDR റൈഡ് റീഡർ എന്ന് പറഞ്ഞ വന്നിട്ടില്ലേ, അവൻ സ്റ്റൈലിസ്റ്റിക്കലി എല്ലാവർക്കും പണിയാണെന്ന് എനിക്ക് തോന്നണ. ഞാൻ അവന്റെ കുറച്ച് ജുജുത്സു ഗ്രാപ്ലിംഗ് മാച്ച് എടുത്ത് നോക്കി, അവന് ലൈറ്റ് ഓഫ് ദ ലൈറ്റ് ആണ്ടാ. അപ്പൊ കംസത്തിന് വരെ അടിയിൽ പ്രോബ്ലംസ് കൊടുക്കും അവൻ. അങ്ങനത്തെ ഒരു രീതി കൊടുക്കുമെന്നല്ല ഞാൻ പറയണ, അതിന് വരെ പൊട്ടൻഷ്യൽ അവനുണ്ട്. അത് മാത്രമല്ല, കുറെ പേരൊക്കെ സീന ആൾക്കാരെ 185 ഉണ്ട്. ഈ മനസ്സിലായ, പുഴയിന്ന് മാറി കടലിൽ പോയി വെട്ടിപ്പിടിക്കാന്ന് പറയുന്ന പോലത്തെ മൂടാണ് ഇവിടെയുള്ള അക്കരയിലിരിക്കുന്ന ഇസ്ലാമിന് വേണ്ടി. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ബലാലിന്റെ കരിയറിനെ എല്ലാത്തിനെയും ബാധിക്കും. 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ ബലാലിന്റെ പേര് അവൻ പോലും ഓർക്കാൻ പോണില്ല ഇങ്ങനെ അവസ്ഥയെങ്കിൽ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഞാനിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടോ എനിക്ക് ഈ കോഴ്സിന് വലിയ വ്യത്യാസം വരുത്താൻ പോണില്ല. എന്നാലും ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. ഇത് ഭയങ്കര മണ്ടത്തോടെ എനിക്ക് തോന്നിയ, ഇത്രയും പിന്നക്കൾ കഷ്ടപ്പെട്ട് ലൈഫ് സാക്രിഫൈസ് ചെയ്ത് ഹാർഡ് ബ്ലഡ് ആൻഡ് സ്വെറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇന്നലെ കണ്ട ഒരുത്തനോട് വേണ്ടി ഒഴിഞ്ഞു കൊടുത്ത് അപ്പുറത്തോട്ട് പോണെന്ന് പറഞ്ഞത് കർണം പോലും ഇത്രക്ക് ദാനം ചെയ്യില്ല. പക്ഷെ ഈ അടുത്ത് ഇപ്പൊ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ പുള്ളി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഇങ്ങനെ പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ അടുത്ത ഫൈറ്റ് ബുക്ക് ചെയ്തോ, ഞാനിവിടെ കുറച്ചാൾ ഇവിടെ നിൽക്കാൻ പോണെന്നുള്ള ഒരു രീതിയിലൊരു ടോക്കും മഞ്ഞുണ്ട്. പക്ഷെ കൺഫേം ചെയ്തില്ലടാ. രണ്ടാമത് വെർബലി പറഞ്ഞല്ല അവന്റെ ഫുൾ സെന്റില് ഞാൻ ചെയ്യൂലെന്ന്. വെർബലി പറഞ്ഞല്ല, ഇങ്ങനെ ആ ഡയലോഗ് കേട്ടപ്പോ എന്റെ രോമം ഒന്ന് പകുതി എണീറ്റി. എന്നിട്ട് നീയാ അപ്പൊ തന്നെ കൺഫർമേഷൻ പറഞ്ഞ അവര് മറ്റേ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ നീയാ KJ ആരോ പറഞ്ഞു. ഇപ്പൊ പുള്ളി പറയാനുണ്ടല്ലോ GSPയുടെ അടുത്ത ഇപ്പൊ കമാറു GSP ആണല്ലോ വെൽട്ടർ വെയിറ്റിലെ ടോപ്പ് ആയിട്ട് ഇരിക്കണം. ഇപ്പൊ പുള്ളി പറയണ ഇല്ല, കമാറു ഒക്കെ മാറും, ഇനിയിപ്പോ GSPയും ബലാലും ആയിരിക്കും.
അപ്പൊ അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ അവിടെ തന്നെ നിക്കണ്ടേ. എടാ അത് മാത്രമല്ല, ഇന്ന് ഉസ്മാന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഉസ്മാൻ ബക്ലിനെ തോപ്പിച്ച ബലാലിന് ഉസ്മാനെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. ഉസ്മാൻ എന്തായാലും ഹെഡ്ഷോട്ട് കൊടുക്കുകയും ചെയ്യും UFC. അതൊരു കിടിലൻ ആ പ്രസ് കോൺഫറൻസ് ബിൽഡപ്പ് ഒക്കെ മറ്റേ മനസ്സിലായ ഈഗോ ഉള്ള ഉസ്മാൻ വിസസ് പുതിയ ഈഗോ ഉള്ള ആൾട്ടർ ഈഗോ ആയ ബലാലി വില്ലൻ. നോ ഇതാണ് എടാ എന്താണ് നോ ഫിൽട്ടർ ആണ് ബലാലിപ്പ എല്ലാം അതേപോലെ പറയാനാണ്. അപ്പൊ അതുകൊണ്ട് അല്ല പൊട്ടൻഷ്യൽസ് കുറയണ്ടാ. ആ ഫൈറ്റ് കമാറു ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഇറക്കുള്ളൂ പറഞ്ഞേക്കണത്. അപ്പൊ അങ്ങനെ ഒരു സീൻ പറഞ്ഞിട്ടുണ്ട്. കമാറിനോട് പണ്ട് എപ്പോഴും ഇവരുടെ പോഡ്കാസ്റ്റിലെ എല്ലാ എപ്പിസോഡിന്റെ അടിയിൽ ഇതാണ് ഡ്രോപ്പ് ദ പോഡ് എന്നാണല്ലോ. അപ്പൊ ഒരു ദിവസം സെഹൂടെ ചോദിച്ച് ഇതേ കമന്റ് മൊത്തം ഇങ്ങനെയാണല്ലോ പറയണം, അപ്പൊ നമ്മള് ഇറക്കണ്ടേ? അപ്പൊ തന്നെ കമാറ് പറഞ്ഞ് ഇല്ല, ഞങ്ങള് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇറക്കാം. അപ്പില്ലേ ഉസ്മാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം വരുമോ? ഇസ്ലാം ഫൈറ്റ് ചെയ്യൂ? പൊള്ളിയായിരിക്കും. നമ്മള് ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട് ആ സാധനം. നിർത്ത്, സ്റ്റോപ്പ്. ബലാലിനെ പോലെ ഉസ്മാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ലെന്ന്. നീ കടന്നെടുത്ത് ചാടല്ലേ കിച്ചു? അങ്ങനെ പറഞ്ഞു മുമ്പേ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. കബീബും ഇസ്ലാമൊക്കെ അനിയന്മാരും മറ്റേ ഇതുമാണ്, ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. ശോകം. കബീബിനെ ഫൈറ്റ് ചെയ്യില്ല. എടാ കബീബിനെ ഫൈറ്റ് ചെയ്യലെന്ന് എടുത്തു പറഞ്ഞു. കബീബിനെ ഫൈറ്റ് ചെയ്യലെന്ന് എടുത്തു പറയണത് ഇസ്ലാമിനെ ഫൈറ്റ് ചെയ്യലെന്ന് എടുക്കാണ്ട് പറയണ പോലെയാണ്. രണ്ടുപേരും ബൊദ്ധാണ്. മാത്രല്ല നീ വേണമെങ്കിൽ ചർച്ച ചെയ്ത് നോക്കോ, ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. എടാ ഇത് ഭയങ്കര ശോകമാണ്. ഈ കുറെ ബന്ധങ്ങളും പേഴ്സണൽ റിലേഷൻഷിപ്പും നമ്മുടെ ഫാൻസ് എക്സ്പീരിയൻസും ഇതൊക്കെ എടുത്ത് കളയാനുണ്ട്. നമുക്ക് റാൻഡ് അവസാനിപ്പിച്ചിട്ട് ഫൈറ്റിലോട്ട് പോവാം. ഒന്നുമില്ല, ബലാലിന് ഇനി നോക്കണമെന്ന്. ഞാനിപ്പോ പറഞ്ഞ ബലാൽ ഹീലാവണം. ഇസ്ലാം കബീം ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് കീപ് ഐം കമ്മിങ് ബേബി ഐ എം ഗോണ ബി റൂൾ ഹിയർ എന്ന് പറഞ്ഞ ഒരു ബൈക്കിൽ പറഞ്ഞില്ലേ, മനസ്സിലായ? റിമോട്ട് താഴെ ഇട്ട് ഞാൻ തുള്ളിച്ചാടങ്ങിച്ചു. അന്ന് നീ TV പൊട്ടിച്ച് തുള്ളിച്ചാടിയ പോലെ. അപ്പൊ അങ്ങനെ പോലെ എടാ ബലാലിന് ഇപ്പൊ ഫാൻസ് ഇല്ലേ, ഒറ്റയടിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് കിട്ടും. ഒരു പ്രഭ ബുക്ക് ചെയ്താ ഇല്ലെന്നൊക്കെ പറയാൻ പറ്റുമോ? കബീബിന് ഇസ്ലാമിനെ തിരിച്ചു പറഞ്ഞ ഇപ്പൊ ബലാലിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി സാധനം JDM എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഫിനിഷ് ഡിസിഷനിൽ ജയിച്ചാലും മതി. ഡിസിഷനിൽ ജയിച്ചിട്ട് നേരെ പോയി അങ്ങനെ പറയാ, ഇസ്ലാമിനെ ഹബീബിനെ എല്ലാരും കൂടെ അവിടെ ഒരുമിച്ച് അങ്ങോട്ട് കളക്റ്റീവായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പറയാ നീ ഇല്ല ബാ ഇടിക്കാന്നുള്ള സീൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കും. ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഹബീബി you thought I would lose, didn't you? അപ്പൊ ഓവറായിട്ട് പുതിയിരിക്കണ്ട. നമുക്ക് 5 കിടിലെ ഫൈറ്റ് ഇരിപ്പുണ്ട്. കുറച്ച് കാര്യമൊക്കെ പറയാനുള്ള പെരേട്ടയുടെ കാര്യമൊക്കെ പറയാനുള്ള അഭിനയമൊക്കെ. അപ്പൊ വേഗം നമുക്ക് പറഞ്ഞു തീർക്കാം കിച്ചു. നൈസായിട്ട് അല്ല ഇവന്റെ ഒപ്പോണന്റ് നൈസാണ്, ഇവന്റെ JDM ശരിക്കും പറഞ്ഞ നൈസാണ്. പറഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ലേ ബലാൽ ഇപ്പൊ പീക്കിലടാ. പക്ഷെ എനിക്ക് എവിടെയോ JDM എവിടെയോ എന്തോ ഒരു സാധനം കണ്ട്. കാരണം നമ്മൾ മറ്റേ അവന്റെ കരിയർ നോക്കി, ശരിക്കും പറഞ്ഞാൽ JDM കരിയറിൽ ഒരു ചെറിയൊരു സാധനമുണ്ട്. അവന്റെ ഫസ്റ്റ് 2 ഫൈറ്റ് അവൻ തോറ്റ്. അവന്റെ റെക്കോർഡ് 17-2 ആദ്യത്തെ 2 തോറ്റിട്ട് പിന്നെ അവൻ തോറ്റിട്ടില്ല. 17 ജയിച്ചിരിക്കണാണ്. എടാ ബലാൽ ഇതിനൊരു 12 സ്ട്രീക്ക് ഉണ്ടായ ലിയോന്റെ സ്ട്രീക്ക് കൊടുത്ത്, അതിന് വേറൊരുത്തന്റെ സ്ട്രീക്ക് കൊടുത്ത്. ഈ സെയിം സ്ട്രീക്ക് കില്ലറാണ് ബലാൽ. ഇപ്പൊ JDM ഈ 17 കൊടുക്കും. ഈ എടാ ഇതിന് തൊട്ടുമുമ്പുള്ള ലിയോണും ബാറ്റയുടെ ഒപ്പിച്ച് ബ്രേഡി അൺഡിഫീറ്റഡ് ആയിരുന്നു. ബ്രേഡിയുടെ സ്ട്രീക്ക് കൊടുത്ത്. അപ്പൊ 15-12 എടുത്തിരിക്കണേ. അപ്പൊ ലെജൻഡ് കില്ലർ അവിടെ വേറെ, ബ്ലാക്ക് ബെൽറ്റ് കില്ലർ ഇവിടെ, സ്ട്രീക്ക് കില്ലർ ലോഡിങ് ആണ്. ഫാൻസ് ഇല്ലാത്തോണ്ട് ആരും പറഞ്ഞില്ല. അതെ ഞാൻ തുടക്കൂട്ട് വന്നേക്കണ് സ്ട്രീക്ക് കില്ലർ 2.0. സ്ട്രീറ്റ് അല്ലട്ടാ സ്ട്രീക്ക്. അയാള് സ്ട്രീറ്റിൽ ഡിസിഷൻ ആണ്. സ്ട്രീറ്റ് കില്ലർ എന്നൊന്നും ഞാൻ പറയില്ല. അല്ല സോറി, ഇനി നല്ലത് മാത്രം പറയാൻ പാടില്ല കുറച്ച് നാളത്തേക്ക്. അപ്പൊ ഓക്കെ ഗായ്സ്, ഫസ്റ്റ് മെയിൻ ഗാർഡ് UFC 315 മിക്കി കുറച്ചാൾ സൈക്കോളജിക്കൽ കാര്യങ്ങൾ പറഞ്ഞ. പിന്നെ ബലാൽ എന്തുകൊണ്ടാണ് കബീബായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളതെന്നുള്ള കാര്യം ലാസ്റ്റ് പറയാമോ ഓർക്കണമെങ്കിൽ. അപ്പൊ അത് വെയിറ്റ് ചെയ്യും. കുറച്ചൊക്കെ ശ്രമിച്ചോടെ കമ്മയോടെ കാണും. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യട്ടാ. എടാ കിച്ചു പറയടാ എന്തൊക്കെയാ ഫൈറ്റ്? 5 ഫൈറ്റ് വേഗം ഒന്ന് ഓടിച്ചു പറ. 5 ഫൈറ്റ്. ആദ്യം BSDയുടെ ഫൈറ്റ്, പുതിയ വേറൊരുത്തനായിട്ടുള്ള ഫൈറ്റ്. പിന്നെ ഗ്രാസോ, കെവിന്റെ അൺഒഫീഷ്യൽ വൈഫ്. പിന്നെ യോസയാൾഡോ സഹാബി, റെയ്മൻ സഹാബി. പിന്നെ വാലന്റീന് നീ എന്താ മാൻ ഓഫ് കൾച്ചർ ആവാത്ത? അടുത്ത പറ ഷെവ്ചെങ്കോ വീസസ് ഫിയറോഡ്.
എനിക്ക് BSC അപ്പോണതിനെ പറ്റി അധികം അറിയാൻ പാടില്ല. നിനക്ക് അധികം അറിയോ? BSDയുടെ ഒപ്പണന്റ് UFC പണ്ട് വന്നിട്ട് പോയി പിന്നെ തിരിച്ചു വന്നതാ. അപ്പൊ പിന്നെ ക്യാൻസലായ ഫൈറ്റ് മറ്റേ വേറൊരുത്തൻ എന്തോ ഇഞ്ചുറി പറ്റി ഓയിൽ ആൽവറസ് ഇഞ്ചുറി ആയിട്ട് ഇപ്പൊ റീബുക്ക് ചെയ്തതാണ്. അപ്പൊ പോയിട്ട് വന്ന് തിരിച്ചു വന്നവരെ സൂക്ഷിക്കണം. കാരണം പോയിട്ട് തിരിച്ച് വിന്നിങ് സ്ട്രീക്കിലായിട്ട് മോട്ടിവേഷൻ എടുത്ത് തിരിച്ചു വന്നവര് വേറെ പവർ ആയിരിക്കും, മനസ്സിലായ? എന്നാലും ഞാൻ പറയാം, BSTയുടെ സ്ക്രിപ്റ്റ് തെറ്റിപ്പോയി. ഡസ്റ്റിൻ പോറിനായിട്ട് അവൻ ജയിക്കണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മൊയ്ക്കാനോന്റെ ഫൈറ്റ് കണ്ടില്ലേ BSD ആയിട്ട്? അതെന്താ പെട്ടുപോയടാ. അത് അടിയിൽ പെട്ടുപോയി എനിക്ക് തോന്നണ, മറ്റേ അടിയിൽ പെട്ടുപോയി. പക്ഷെ ആ മൊയ്ക്കാനോട് ഇസ്ലാം ചെയ്ത് കണ്ടപ്പോ ഞാൻ റിയാലിറ്റി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് അത് വീട് ഷോർട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. എടാ ആ ഫൈറ്റ് BSTയുടെ പിക്ക് ചെയ്യണം. എനിക്ക് അധികം മറ്റേ അറിയാൻ പാടില്ല, സോറി. ഞാൻ ഫിലിപ്സിനെ നടത്താൻ പറ്റില്ല. കാരണം ഇത് വാറിന്റെ പുറകെയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. എന്ത് നടക്കുമത്, വേറെ ഒന്നും തലയിലില്ല. അപ്പൊ ഇന്ന് എപ്പിസോഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് കിച്ചു മറ്റേ അലക്സാ ഗ്രാസോടെ അപ്പോണന്റെ അത്ര അടിപൊളിയൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാസോ ജയിക്കണം. ഗ്രാസോനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ശവച്ചെങ്കോയും വേറെ അധികം പേരൊന്നും ഇല്ല. അത് തന്നെ ഗ്രാസോ ജയിക്കുന്നു. എനിക്ക് എന്റെ അഭിപ്രായം എന്താ പറ്റി? ഗ്രാസോ ഞാൻ ഈ വാലന്റീനെ തോപ്പിച്ചപ്പോഴാണ് ഗ്രാസോ ഇത്ര സീനായിരുന്നു ഇങ്ങനെ വന്നത്. മറ്റേ ആ ഒരു പിക്ചറിലോട്ട് കയറിയത് ആ സമയത്തായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ തോറ്റ് കഴിഞ്ഞപ്പോഴേക്കും പക്ഷെ ഇപ്പോഴും പോയിട്ടൊന്നുമില്ല. ബോക്സിംഗ് ഒക്കെ വെറുതെ നൈസാണല്ലോ. എടാ പെണ്ണുങ്ങൾ അവിടെ അധികം പേരില്ല, മനസ്സിലായ? ദാരിദ്ര്യ കച്ചേരിയില പൊന്മിട്ടിടുന്ന അറവായിന്നോള് അവള്, മനസ്സിലായ? കുഴപ്പമില്ലാത്ത ഒരു ചെറിയ നോക്ക് ഡൗൺ പവർ ഉണ്ട് അവൾക്ക്. പിന്നെ അത് പക്ഷെ അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വാലന്റീന അവിടെ ഇനി ഗ്രാസ് ഒന്നും കൂടി വാലന്റീനെ ഫൈറ്റ് ചെയ്യണം അധികം ആർക്കും കാണേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പക്ഷെ മനസ്സിലായില്ല, അവിടെ അതിന് വലിയ സ്റ്റോറി ഒന്നും ഇല്ല. അതിക്ക് മേലെ ഒരു സ്റ്റോറി 125 കൊണ്ടുപോകാൻ പറഞ്ഞാൽ യൂസ് ഒരു ചരിത്രത്തിലോട്ട് പോയാലും കിട്ടൂല. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും മൺഫിലെ വേലി ചാടി ശബ്ദക്കൊന്നെ ഫൈറ്റ് ചെയ്യണമെന്നൊക്കെയാണ്. അത് കണ്ടറിയാൻ എന്ത് സംഭവിക്കുമെന്ന് വെച്ചു, അത് വിടാം. അടുത്ത ഫൈറ്റ് എന്താ നോമിലി എന്ന് പറയട്ടെ, കോച്ചാണ്. എന്ന് വെച്ചാൽ ജോസാൾഡിനെ ഇപ്പൊ തോപ്പിക്കാൻ എല്ലാവർക്കും അറിയാം. കേജിനെ അവിടെ കൊണ്ടേ ഇരുത്തിക്കാൻ ജോസാൾഡ് 15 മിനിറ്റ് ഇറങ്ങാണ്ടിരിക്കും, 25 അല്ലെങ്കിൽ 25 മിനിറ്റ് ഇറങ്ങാണ്ടിരിക്കും. ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല, മെരാബ് ശ്രമിച്ചാൽ പോലും. പക്ഷെ അവിടെ അനങ്ങാണ്ടിരിക്കും. എനിക്കൊണ്ട് ഞാൻ പോയി പിടിച്ചപ്പോൾ അവിടെ അനങ്ങാണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തോക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കോച്ച് ഫിരാസാബി ഏരൽഹവാനിനെ കോച്ച് ചെയ്യണത് ഫിരാസാബിയാണ്. അപ്പൊ ഫിരാസ് സഹാബിയുടെ ആ ഒരു കോച്ചിങ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ വർക്ക് ചെയ്യിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ ജോസാൾഡോ കൊടുത്താലേ കണ്ടും കൂട്ടി. പിന്നെ വേറൊരു ഓറ പോയിന്റ്സ് ഉണ്ട് സഹാബിക്ക്. ഈ 315 GSP ഉണ്ടാവും സഹാബിയുടെ കോണറിൽ, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാസ് കൊടുക്കാൻ പറ്റുമോ? ടാഗ് കൊടുക്കാൻ പറ്റുമോ? ജയിച്ചാൽ അടിപൊളിയായിട്ട് ടാഗ് കൊടുക്കാൻ പറ്റാത്ത എനിക്ക് അതിനാ. പിന്നെ ജോസാൾഡോക്ക് 2-3 വർഷമൊക്കെ ഉണ്ട്. പണ്ട് ലെഗ് മോൺസ്റ്റർ ആണ് കിച്ചു. എടാ നീ മറ്റേ റോഡ് റാഷിൽ കളിക്കാൻ നേരത്തെ അപ്പുറത്തും ഇപ്പുറത്തും വരുമ്പോൾ നീ ഒരു ലെഗ് ഇല്ലായിരുന്നു, അപ്പുറത്തും ഇപ്പുറത്ത് നിർത്താണ്ട് അതിന് വലിയ ലെഗിക്കായിരുന്നു ജോസാൾഡോ. അപ്പോണന്റ് ജാബ് വരുന്ന ജോസാൾഡോ 2 ലെഗ് എറിയും, അപ്പോണന്റ് ഫേക്ക് ചെയ്ത് 3 എറിയും. കോർണറായിട്ട് തോറ്റു കഴിഞ്ഞ് ഉസാടയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ലെഗ് ചെയ്തിട്ടേ ഇല്ല. എന്താ പറയാ, കുറെ നാളായിട്ട് ചെയ്തിട്ടില്ല. അവിടെ പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് 2-3 ചെയ്യും. അവിടെ ലെഗിക്ക് കയറുന്ന വെർഷനാണ്, സ്റ്റാച്യു ഇട്ടവർ അങ്ങാണ്ട് മൂലക്ക് പോയി പിണങ്ങി നിൽക്കുന്ന വെർഷനാണ്. ഏത് വെർഷൻ ഓഫ് ജോസാൾഡോ എന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ഫെറാസാബി ഉള്ളതുകൊണ്ടും യൂത്ത് ഉള്ളതുകൊണ്ടും ജോസാൾഡോയുടെ മൂഡ് അലമ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മറ്റവനിൽ പോണു ആ ഒരു സിറ്റുവേഷൻ പ്രമാണിച്ച്. ഈ ജോസാൾഡോന്റെ സീൻ എന്താണെന്നറിയോ? പുള്ളി കിക്ക് എറിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞിട്ടില്ലേ പുള്ളി ബോക്സിങ്ങിലോട്ട് പോയി. കുറച്ചാൾ ബോക്സിങ് അവിടുത്തെ ബ്രസീലിയൻ ബോക്സിങ് ടീമൊക്കെ ആയിട്ട് പോയി ആ ഒരു ഇതിലോട്ട് പോയി. പിന്നെ ഇപ്പൊ തിരിച്ചു വന്നെന്ന് പറയണ്ട, ഇപ്പൊ കിക്ക് ബോക്സേഴ്സ് ഒക്കെ ആയിട്ടാണ് ട്രെയിൻ ചെയ്യണം. അപ്പൊ കിക്കൊക്കെ എറിഞ്ഞാ കൊള്ളാം. എടാ ജോസാൾഡോ കാര്യം ജോസാൾഡോ ചെറുപ്പത്തിൽ 35-34 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, 36 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇല്ലേ ഫൈറ്റിംഗ് ഇയേഴ്സിൽ നല്ല ഓൾഡാണ്, മനസ്സിലായ? സ്പാറിങ് ചെയ്ത റൗണ്ട്സും ഒരു ഇന്റർവ്യൂല് മീനെ എന്ന് പറഞ്ഞ എന്നോട് പറയുന്നുണ്ട്, എനിക്കതൊന്നും ഓർമ്മയില്ല. ബ്രെയിൻ ഡാമേജ് എടുത്ത് മറ്റേ പബ്ലിക്കലി എടുത്തതാണ് ബ്രെയിൻ ഡാമേജ്. എല്ലാവർക്കും അറിയാം ബ്രെയിൻ ഡാമേജ് ആണെന്നല്ലേ. പിന്നെ നമുക്ക് സങ്കടം തോന്നും കുറെ കാര്യം. ജോസാൾഡോയുടെ കരിയറിലെ കുറെ കാര്യങ്ങൾ ജോസാൾഡോയുടെ ഓർമ്മയില്ല. ബെൽറ്റ് അടിച്ചത്, കപ്പ് അടിച്ചത് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഒരു ടിവിയിൽ കാണുമ്പോൾ പുതിയ ആള് കാണുന്ന പോലെ ഞാൻ ഫൈറ്റ് ബെൽറ്റ് അടിച്ചു എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ യൂസ് ചെയ്ത് അവിടെ
പിന്നെ എന്നെ കോണ്ടർ ഉറക്കണ അത് കുഴപ്പമില്ല, ചില ഓർമ്മ മറക്കണതല്ലാണ്, കോണ്ടർ ഉറക്കണൊക്കെ മറക്കണതല്ലാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജോസാളുടെ ഉണ്ട്. ജോസാളുടെ ജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കണ്ടറിയാം. യൂത്ത് ആയതുകൊണ്ട് മറ്റേ പോണ്. നീ ആരെ പിക്ക് ചെയ്യണം? ഇല്ല, ഈ ഫൈറ്റില് 38 വയസ്സ് 37 വയസ്സുള്ള ആള് തമ്മിലാണ്. അപ്പൊ പിന്നെ മറ്റവന് 37 വയസ്സുണ്ടെങ്കിൽ അവൻ ഫൈറ്റിംഗ് ഇയേഴ്സിൽ ചെറുപ്പോടാ, മനസ്സിലായി? ഡാമേജ് എടുത്തേക്കണതിലൊക്കെ ഞാൻ അതാ പറഞ്ഞ എടുത്തെടുത്ത് ആ ഒരു ഇതിൽ അവൻ ചെറുപ്പമാണ്. അപ്പൊ യൂത്ത് എന്ന് പറഞ്ഞാൽ മറ്റവന്റെ കൂടെയാണ്. അത് വിട്, നീ ആരെ പിക്ക് ചെയ്ത്? എനിക്ക് ജോസേട്ട ജയിച്ചാൽ കൊള്ളാന്നുണ്ട്, പക്ഷെ ജയിക്കൂല. അതെല്ലാവർക്കും ആഗ്രഹം എന്താണ് നീ കോച്ചിങ് ടീം കാരണല്ലേ ജോസാളനെ പിക്ക് ചെയ്യാത്ത? ഞാനത് തന്നെയാണ്. അടുത്ത പോട്ടെ, അത് വിട്. ഇനി വാലന്റീനയുടെ അപ്പോണന്റ് കുഴപ്പമില്ലെങ്കിൽ മനസ്സിലായി. നമ്മ അതിനെപ്പറ്റി വാലന്റീന പറയാം, വേലി ഗ്രാസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മറ്റേവള് കയ്യിലെ 135 കയ്യിലെ ഫേസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഫൈറ്റ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അല്ലാണ്ട് ഈ വാലന്റീനയുടെ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ ചിലപ്പോ അപ്സെറ്റ് ഉണ്ടാവുമെങ്കിലും വെറുത്തിട്ടല്ല. കാരണം ഓൾമോസ്റ്റ് 90% ഒരു വഴിയിലൂടെ പോയി ഒരു സംഭവം നടക്കും. അതുകൊണ്ട് അധികം പറഞ്ഞാൽ അതിന്റെ സമയം കാണാൻ. അല്ല, ഈ ഷാങ്വേലി ഒന്ന് വാലന്റീനെ ഫൈറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിരുന്നു. അവളുടെ ഒരു ന്യൂസുമില്ല, അവിടെ ട്രെയിനിങ് എന്താ അറിയില്ല, ചൈനയിൽ എന്താ നടക്കണമെന്ന് അറിയില്ല, ചൈന ഗവൺമെന്റ് അവിടെ പിടിച്ചിട്ട് പൂട്ടിട്ടേക്കണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല ഗൈസ്. അവിടെ അത് ഞാൻ ഷൗചങ്ങനെ പിക്ക് ചെയ്യണം, ഇവനും അത് തന്നെ പിക്ക് ചെയ്യുള്ളൂ എനിക്ക് ഉറപ്പാണ്, ചോദിക്കണില്ല. ലാസ്റ്റ് ഫൈറ്റ് പറയാൻ കിച്ചു എടാ, മനസ്സിലായ? ബലാലിന് മറ്റൊരു റെയർ ഫൈറ്റ് ആണ്. എന്താന്ന് പറയട്ടെ, ഇങ്ങനെയാണ് ഈ ഫൈറ്റ്. ബലാല് കിഡിലനായിട്ട് ഡോമിനേറ്റ് ചെയ്ത് ജയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ നോക്കൗട്ടായി തോക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഫൈറ്റ് ആണ് അല്ലേ കിച്ചു? അത് പറഞ്ഞാൽ മറ്റേവനില്ലേ, അവൻ JDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺസ് ആയിട്ടുള്ള ഫൈറ്റില് ഫസ്റ്റ് റൗണ്ട് അവന്റെ കൈ ഒടിഞ്ഞിട്ടും അവൻ ലാസ്റ്റ് വന്നിട്ട് ഫിനിഷ് ചെയ്ത് അങ്ങനെ. അപ്പൊ ഒരിക്കലും 5 റൗണ്ട് ഫൈറ്റിൽ അവനെ കൗണ്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല, എപ്പോ വേണമെങ്കിലും അവൻ വന്ന് ഫിനിഷ് ചെയ്യാം. ആ ഒരു ടൈപ്പാണ് JDM. അപ്പൊ അത് കാരണം 5 റൗണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും, അവസാന സെക്കൻഡ് വരെ നോക്കിയിരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഫൈറ്റാണ് ബലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫുൾ പ്രഷറാണ്. തുടങ്ങുന്ന ദിവസം നിർത്തൂല, ഫ്രണ്ടോട്ട് കയറി വരും, എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കും, ചെറുതായിട്ട് ചെയിൻ ഡ്രസ്സിലും ചെയ്യുമ്പോൾ ഹാൻഡ്സ് ഒക്കെ കനേലോ പോലെ എന്ന് പറഞ്ഞാൽ പുള്ളി ഹാൻഡ്സ് കനേലോ എന്ന് പറഞ്ഞിട്ട് കനേലോ റെക്കോർഡ് അടിച്ച് ലീസ്റ്റ് 1 ത്രോണ്. എന്ത് കഷ്ടമാണല്ലേ. ഐ ഹാവ് ഹാൻഡ്സ് ലൈക്ക് കനേലോ എന്ന് പുള്ളി പറഞ്ഞ് അടുത്ത ദിവസം കനേലോ വേസ്റ്റ് ഫൈറ്റിന് ഹിസ്റ്ററി ചെയ്തേക്കുന്നത്. എനിക്കറിയാം ഇതൊക്കെ ഒരു സിമുലേഷനിലാണ് നമ്മൾ ജീവിക്കണത് എനിക്ക് തോന്നണ. എന്തെങ്കിലും ആവട്ടെ, ആ കനേലോ എനിക്ക് അറിയണ്ട, പണ്ടത്തെ കനേലോ എനിക്ക് കണ്ടാ കൊള്ളാം, അറിയില്ലേ? പക്ഷെ ഈ JDM പ്രത്യേകത നീ പറഞ്ഞ പോലെ ഗീവ് അപ്പ് ചെയ്യണ മാത്രമല്ല, ഒരു പ്രത്യേകത ബോക്സിംഗ് ഉണ്ട് അവന്. ബെസ്റ്റ് ബോക്സർ മനസ്സിലായി ഇതൊക്കെ അവൻ പറഞ്ഞ അത്ര ഞാൻ വിശ്വസിക്കണില്ല. എന്നാലേ ഒരു സ്പെഷ്യൽ ബോക്സിംഗ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ ബലാലിനെ നോക്കൗട്ട് ചെയ്യപ്പെടാണ് ചെയ്യാം. അപ്പൊ എന്റെ പ്രഡിക്ഷൻ 65-35 അല്ലെങ്കിൽ 60-40. നിന്റെ? എനിക്ക് ഇത് തന്നെ, എല്ലാവർക്കും സെയിം ഒരു സ്ക്രിപ്റ്റാണ്. ബലാല് ഡിസിഷൻ അല്ലെങ്കിൽ JDM KO. പക്ഷെ അത് എനിക്ക് JDM ജയിക്കണമെന്നുണ്ട്. ഈ ബലാല് ഒരുമാതിരി ജയിച്ചു കഴിഞ്ഞാ മറ്റേ മനസ്സിലായി, ഇലിയുടെ വീടിന്റെ അവിടെ മറ്റേ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടണ്, ചില്ലി താഴെ പോണ്, കൊച്ചിന്റെ പാവ 2 കീറിക്കളയാണ്, മറ്റേ സീരായിക്കോള് ഭാര്യ പുറത്താക്കി കൗച്ചിലായി കിടക്കാൻ പോണാന്ന്. അത് വിട്, എന്തെങ്കിലും ആവട്ടെ. എന്നാലും വേറെ ആരും പറയട്ടാ, ഞാൻ ബലാലിനെ ഇപ്പൊ ഇഷ്ടപ്പെട്ട് ബലാലിനെ ലൈക്ക് ചെയ്ത് തുടങ്ങിയ പിന്നെ ഇനി ബലാൽ ഇവിടെ തോറ്റിട്ട് ഇസ്ലാം കയറി അടിച്ച് ഉണ്ടാക്കണ്ട. ഒരുത്തന്റെ ഭാവി ആകെയുള്ള ഒരു 1.5 സെന്റ് വീട് വിറ്റിട്ട് 5 അംബാനിനെ പോലത്തെ ഒരുത്തൻ വന്ന് പറയുമ്പോ ആ വീട് ഒഴിഞ്ഞു കൊടുത്ത് അപ്പുറത്തോട്ട് ചെറിയ തലത്തിൽ പൈസ വിറ്റ് പോകണ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറയുന്നത്, ബലാൽ എന്തുകൊണ്ടാണ് കബീബിനോട് അറ്റാച്ച്മെന്റ്. അത് കാര്യം നമുക്ക് അറിയാലോ. ബലാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇതൊക്കെ എന്റെ പബ്ലിക് ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമുണ്ട്, റിപ്പീറ്റ് ചെയ്യാണ്. കാരണം ഗ്രൂപ്പിൽ 100-200 പേരേ ഉള്ളൂ, ഇതാവുമ്പോൾ 2000 പേരുണ്ടല്ലോ, എത്ര പേര് കാണില്ലെങ്കിലും പറഞ്ഞാൽ എക്സാജറേഷൻ ഉണ്ട്. ഞാൻ പറയാം, ഇതിന് ബലാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോൺലെസ് അഭിനയിക്കുന്ന ആളാണ്. ഫൈറ്റിംഗ് പറയൂലേ, പല ഫൈറ്റേഴ്സിന് ഇന്റർവ്യൂ നിങ്ങൾ എടുത്താൽ മനസ്സിലാവും. ഫൈറ്റേഴ്സ് വേൾഡ് എന്ന് പറയും. ഈ ഫൈറ്റേഴ്സ് വേൾഡ് ചെറുതാണ്. ഈ 100 പേരിൽ 2 പേരാണ് ഫൈറ്റേഴ്സ് വേൾഡിലുള്ളത്, അല്ലെങ്കിൽ 5 പേര്. അപ്പൊ അവരുടെ ആ വേൾഡ് ചെറുതാണ്. അങ്ങനത്തെ വേൾഡിൽ ഈ ബലാൽ എന്ന് പറഞ്ഞവന് ലുക്കപ്പ് ചെയ്യാനും ഐഡലൈസ് ചെയ്യാനും ഒരു പേഴ്സണൽ കണക്ഷൻ തോന്നിയ ഒരു വ്യക്തിയാണ് കബീബ്. കാരണം റിലീസായിട്ടും കൾച്ചറലായിട്ടും എല്ലാ രീതിയിലും റെസനേറ്റും സിങ്കും അങ്ങാട്ട് ചെയ്യണ ഒരു വ്യക്തിയായിരുന്നു. ആ കബീബിനോട് അങ്ങോട്ട് ഓവർ ഒബ്സസീവ് അറ്റാച്ച്ഡ് ആയി. അതിൽ പൊട്ടിമുളച്ച ഒരു ഇതാണ് ഈ ഇസ്ലാമിനോടുള്ള ഒരു ബഹുമാനം. ഇതൊക്കെ കബീബിനോടുള്ള ആ വ്യക്തിയോടുള്ള ആരാധന ഇതൊക്കെ. അപ്പൊ നമുക്ക് ശരിക്കും പറയുമ്പോൾ ബലാലിനെ കുറ്റപ്പെടുത്താനല്ല, കാരണം ബലാലിനെ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ലുക്കപ്പ് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഒരാള് കബീബ്. ആ കബീബിന്റെ റെസ്പെക്റ്റിൽ കബീബിന്റെ വലം കൈനോട് റെസ്പെക്ട് തോന്നിപ്പോയി.
മനസ്സിലായ? ഇപ്പൊ മറ്റേ പടത്തിൽ പറയല ആനയല്ല ആന പിണ്ടത്തിനെയും പഠിക്കണം പോലെ ഇവിടെ ആനയും പഠിക്കണം ആന പിണ്ടത്തിനെയും പഠിക്കണം എല്ലാത്തിനെയും പാപ്പാരൊക്കെ പഠിക്കണം ആ കൂടാണ്. അപ്പൊ അതുകൊണ്ടാണ് ബലാൽ ഇങ്ങനെ ഇതിൽ പെട്ടുപോയത്. പക്ഷെ ഈ ബലാലിന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് ഒരുത്തന് സീറ്റ് ഒരുക്കി വെച്ച് ഇസ്ലാം അങ്ങനെ ഒന്നും ഉണ്ടാക്കണം, ഡബിൾ ചമ്മൊന്നും ആവണ്ട, അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ തുറന്നു പറയണേ. ഇങ്ങനെ ഒരുത്തൻ്റെ ലൈഫ് വെച്ചിട്ട് വേറൊരുത്തന് ഇങ്ങനെ കിട്ടണ ഇത്തിരി ശോകം പരിപാടി. അതാണെങ്കിൽ ഇവനിപ്പോൾ ഒരു നല്ല കാലം വന്ന് തുടങ്ങിയത് എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടാണ് ടൈറ്റിൽ ഷോട്ട് കിട്ടിയത്. എന്നിട്ട് ചാമ്പ്യനായിട്ട് ഫസ്റ്റ് ഡിഫൻസ് ചെയ്യണതിന് മുമ്പ് തന്നെ ഇങ്ങനെ. ഇനി വേറെ സീൻ അറിയോ? ഇനി എങ്ങാണ്ട് 185 ബലാൽ ചാമ്പ്യനായ കബീബ് ഫാൻസ് പറയും കബീബ് കാരണം ബലാൽ ഡബിൾ ചാമ്പ്യനാന്ന് പറയും. ഇതൊക്കെ കേൾക്കാനൊന്നും എനിക്ക് ത്രാണിയില്ല. ചിലപ്പോ 185 അവിടെ ഒഴിച്ചു കൊടുക്കും ഇസ്ലാമെ വന്നോട്ടെ പോടെ. എനിക്കറിയില്ല അതൊക്കെ ചെയ്യില്ല വെറുതെ പറഞ്ഞാല് അത്രക്കൊന്നും ചെയ്യില്ല. അപ്പൊ ഇത്രയാണ് നടന്നേക്കട. ഇനി പ്രഡിഷൻ എന്താ? പ്രഡിഷൻ ഫൈനൽ പ്രഡിഷൻ പറ. പെർസെന്റേജ് എനിക്കൊരു 51 JDM. ഇത് ഹാർട്ട് ബ്രെയിൻ ഒന്നും അല്ലല്ല, ഉള്ളി എന്നുള്ള പ്രഡിഷൻ മറ്റേ പക്ക പ്രഡിഷൻ. നമ്മുടെ മല്ലു നോക്കൗട്ടിന്റെ ആ ഒരു നോക്കൗട്ട് കാണണം നമുക്ക്. അങ്ങനെ എല്ലാ കളിയും നോക്കൗട്ട് കാണുന്നത്. അപ്പൊ ഇല്ലേക്കുള്ള ആഗ്രഹം ഇസ്ലാം പറ്റി. അപ്പൊ നല്ല കാര്യം എടാ കിച്ചു. അപ്പൊ ഇപ്പൊ നമുക്ക് നിന്റെ പ്രഡിഷൻ 51-49 അല്ലേ? ഇനി നമുക്ക് ഈ ആഴ്ച നടന്ന ഒരു സംഭവത്തിലോട്ട് കിടക്കാം ഗൈസ്. ഒരാള് 100 വിളിച്ചിട്ട് പറഞ്ഞ അബുദാബിയിലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങാട്ടൊന്നും പറയണ്ട, അങ്ങാട്ട് പറയണ കേട്ടാ മതി. അപ്പൊ താരം റേഡിയോ കട്ട് ചെയ്ത് നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് എടുത്ത് ടൈപ്പ് ചെയ്ത് കുറെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ട്വീറ്റ് ചെയ്ത് സാധാരണ ഒരാളുടെ അക്കൗണ്ട് ഹാക്കായെന്ന് പറഞ്ഞാൽ ഗൈസ് 10 മണിക്ക് ഹാക്കായ 11-12 ഫേസ്ബുക്ക് സിഇഒന്റെ വരെ ഹാക്കായിട്ട് 3 മണിക്കൂർ കണ്ടാ കിട്ടിയത്. ഈ അലക്സിന്റെ അക്കൗണ്ട് 10 മണിക്ക് ഹാക്കായിട്ടാ 10 മണിക്ക് ഹാക്കായി 10:15 ഇതേപോലെ ഒരു ജാക്കറ്റും കോട്ടും ജാക്കറ്റൊന്നും ഇല്ലട്ടാ. ഞാൻ പരിമിതമായ